എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 5th ചാപ്റ്ററായ മിഠായി വാലയുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു സ്റ്റോറിയാണ്. ഗദ്യത്തിൽ നമുക്ക് പല തരത്തിലുള്ളതുണ്ട്. സ്റ്റോറീസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ നാട്ടക അല്ലെ, പ്ലേകളുണ്ട്, അതിൽ ഡയലോഗ്സ് ഒക്കെ ആയിട്ടുണ്ടാവില്ലേ, അതുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിബന്ധ എസ്സേ ടൈപ്പിലുള്ളതുണ്ട്. പിന്നെ സംസ്മരൺ ഓർമ്മക്കുറിപ്പുകൾ പറഞ്ഞാൽ റൈറ്റേഴ്സ് അവരുടെ ഓർമ്മകളെ കഥ പോലെ എഴുതുന്നത്, അങ്ങനെ പലതരത്തിൽ. ഇതൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിഠായി വാല അലഗ് അലഗ് ചീസേ ക്യൂ ബേസ്താ താ ഓർ വഹ മഹീനോ ബാദ് ക്യൂ ആത്താ താ. ആ മിഠായി വിൽപ്പനക്കാരൻ വേറെ വേറെ സാധനങ്ങൾ എന്തുകൊണ്ടാണ് വിൽക്കുന്നുണ്ടായിരുന്നത്, പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരുന്നുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞാൽ അയാൾ റെഗുലറായിട്ട് വരില്ലായിരുന്നു അല്ലേ, അയാൾ പിന്നെ ആഴ്ചയ്ക്കൊരിക്കലോ അല്ലെങ്കിൽ 4 ദിവസത്തിലൊരിക്കലോ അങ്ങനെയൊന്നും വരില്ല. മാസങ്ങൾ കഴിയണം ഒരു പ്രാവശ്യം പോയാൽ. പിന്നെ ഒരു പ്രാവശ്യം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും. അതാണ് പറയണത്. ആൻസർ, മിഠായി വാല അലഗ് അലഗ് ചീസേ ഇസ്ലിയെ ബേസ്താ താ. മിഠായി വിൽപ്പനക്കാരൻ വേറെ വേറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നത് എന്തുകൊണ്ടെന്നാൽ ക്യൂങ്കി വഹ് ബച്ചോं का സാന്നിധ്യ പ്രാപ്ത് കർണാ ചാത്താ താ. അവർ പിന്നെ കുട്ടികളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, സാന്നിധ്യം കിട്ടണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം കുട്ടികൾ അയാളുടെ അടുത്ത് വരണം, ഇഷ്ടപ്പെടണം, അങ്ങനെ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞാൽ അയാൾക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നു, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം ഉസ്കെ ബച്ചോ എവം പത്നി കി മൃത്യു അസമയ് ഹോ ഗയി. ആ മിഠായി വിൽപ്പനക്കാരൻ്റെ കുട്ടികളും ഭാര്യയും മരിച്ചിട്ടുണ്ടായിരുന്നു. അസമയ് ഹോ ഗയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സൊന്നും ആയിട്ടില്ല, സമയത്തിന് മുൻപേ ആയിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയി അവരെല്ലാം. വഹ് അപ്പനെ ബച്ചോं की झलक इन गली के बच्चों में देखता था. അപ്പോൾ ഈ മിഠായി വിൽപ്പനക്കാരൻ അവരവരുടെ കുട്ടികളെ പോലെ ആ ഗല്ലിയിലുള്ള പറഞ്ഞാൽ ആ സ്ട്രീറ്റ്സിലൊക്കെയുള്ള കുട്ടികളെ കാണുമായിരുന്നു. പറഞ്ഞാൽ ഝലക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ അതേപോലെ അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ കുട്ടികളിൽ കാണപ്പെടും. പറഞ്ഞാൽ അതുപോലെ അവരുടെ കുട്ടികളെ പോലെ ഈ കുട്ടികളെ നോക്കിക്കാണുമായിരുന്നു. ഇസ്ലിയെ വഹ ബച്ചോं की रुचि की चीज़ें बेचा करता था. അതുകൊണ്ട് അയാൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അത് വിൽക്കാൻ വരുമായിരുന്നു. വഹ ബദൽ ബദൽക്കർ ബച്ചോं की चीज़ें लाया करता था. അയാൾ മാറി മാറി സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഓരോരോ തവണ വരുമ്പോഴും ഓരോരോ സാധനം കൊണ്ടുവരുമായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. ഇസ്ലിയെ ഉസ്കെ ആത്തെ ഹി ബച്ചെ ബി ഉസെ ഘേർ ലിയാ കർത്തെ തെ. അതുകൊണ്ട് അയാൾ വന്ന ഉടനെ അയാളുടെ ചുറ്റും കുട്ടികൾ കൂടുമായിരുന്നു. ഘേർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും വളയുക, അങ്ങനെ കുട്ടികൾ പോകുമായിരുന്നു. കാരണം ഈ തവണ എന്താ കൊണ്ടുവന്നത്, ഈ തവണ എന്താ കൊണ്ടുവന്നത് എന്ന് കുട്ടികൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. വഹ ബച്ചേക്ക് ഫർമായിഷെ പൂരി കർത്താ രഹത്താ താ. ഇയാൾ കുട്ടികളുടെ ഫർമായിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡിമാൻഡ്, കുട്ടികൾ എന്ത് പറയുന്നു, ആവശ്യപ്പെടുന്നു, അതെല്ലാം പിന്നെ ഫുൾഫിൽ ചെയ്യുമായിരുന്നു. വഹ കൈ മഹീനോ കെ ബാദ് ആത്താ താ ക്യൂങ്കി. അയാൾ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. എന്തുകൊണ്ടെന്നാൽ ഉസെ പൈസോं का कोई लालच नहीं था. അയാൾക്ക് പൈസ വേണമെന്നുള്ള പൈസയുടെ അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ അയാൾ പൈസയ്ക്ക് മാത്രമായിട്ടായിരുന്നില്ല വരുന്നത്. ഇസ്കെ അലാവെ വഹ ഇൻ ചീസോं को तैयार करवाता था. അതുകൂടാതെ എന്താണ്, ഈ സാധനങ്ങളെല്ലാം, ഈ വിൽക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തയ്യാർ ചെയ്യിപ്പിക്കുമായിരുന്നു. പറഞ്ഞാൽ അതിനും കുറച്ച് സമയമെടുക്കും. തഥാ ബച്ചോं के उत्सुकता को बनाए रखना चाहता था. അതിൻ്റോടൊപ്പം തന്നെ കുട്ടികളുടെ ഇൻട്രസ്റ്റിനെയും അതേപടി മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതും കൂടി ആയിരുന്നു അതിൻ്റെ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഠായി വാലെ മേ വേ കോൺ സെ ഗുൺ തേ ജിൻകി വജഹ സെ ബच्चे बड़े भी उसके ओर खिंच चले आते थे. ആ മിഠായി വിൽപ്പനക്കാരിൽ അങ്ങനെയുള്ള എന്ത് ഗുണങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക, ജിൻകി വജഹ സെ ആ കാരണത്താൽ കുട്ടികൾ മാത്രമല്ല വലിയവർക്കും കൂടിയിട്ട് അയാളെ അട്രാക്റ്റ് ആവുന്ന വിധത്തിൽ. കിഞ്ച് ചലേ ജാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു കൊണ്ടുപോവുക, പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോവുക, അതിൻ്റെ അർത്ഥം അട്രാക്റ്റ് ആവുക. മിഠായി വാലെ का मधुर आवाज़ में गा गाकर अपनी चीज़ों की വിശേഷതയും ബത്താന. മിഠായി വിൽപ്പനക്കാരൻ്റെ മധുർ ആവാജ് മേ, മധുരമായിട്ടുള്ള സ്വരത്തിൽ, ഗാ ഗാക്കർ പാടിക്കൊണ്ട് പറഞ്ഞ ഒരു പാട്ടുപോലെ തൻ്റെ സാധനങ്ങളെ പറ്റിയിട്ടുള്ള വിശേഷതകൾ പറയുന്നത്. ബച്ചോं की मनपसंद चीज़ें लाना, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടുവരിക. കം ദാമോ മേ ബേച്ച്ന, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക. ബച്ചോं से अपनत्व दर्शाना, കുട്ടികളോട് അടുപ്പം കാണിക്കുക. അപ്പനത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനാപ്പൻ എന്നും പറയാം. അതിൻ്റെ അർത്ഥം എൻ്റെ കുട്ടികളാണ് എന്നുള്ളൊരു ഭാവം. ഇതെല്ലാമാണ് ऐसी വിശേഷതായും, ഈ വിശേഷതകൾ, ഈ സ്പെഷ്യാലിറ്റീസൊക്കെ ആയിരുന്നു ഇങ്ങനെ വലിയവരെയും അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം. ബച്ചേ തോ ബച്ചേ ബഡേ ബി ഉസ്കി ഓർ കിച്ച് ചലേ ജാത്തെ തേ. കുട്ടികൾ മാത്രമല്ല വലിയവരും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ നിർബന്ധിതരാകും, അഥവാ അട്രാക്റ്റ് ആവും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജയ് ബാബു ഏക് ഗ്രാഹക് തേ. വിജയ് ബാബു ഒരു കസ്റ്റമർ ആയിരുന്നു. ഗ്രാഹക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ, വാങ്ങിക്കുന്ന ആൾ. ഓർ മുരളിവാല ഏക് വിക്രേത. മുരളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടക്കുഴൽ, ബാസുരി എന്നും പറയും. അപ്പോൾ ഓടക്കുഴൽ വിൽക്കാൻ വന്ന ആൾ നമ്മുടെ മിഠായി വിൽപ്പനക്കാരൻ തന്നെയാണ്. അപ്പോൾ അയാൾ ഒരു വിക്രേത, അയാളൊരു സെല്ലറാണ്, വിൽക്കുന്ന ഒരാളാണ്, വിൽപ്പനക്കാരൻ. ദോനോ അപ്പനെ അപ്പനെ പക്ഷിക്ക് സമർത്ഥൻ മേ ക്യാ തർക്ക് പേഷ് കർ രേ തേ. രണ്ടുപേരും അവരവരുടെ പക്ഷം സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തർക്കമാണ് ഇവിടെ പറയുന്നുണ്ടായിരുന്നത്. വിജയ് ബാബു ഏക് ഗ്രാഹക് തേ ജബ്കി മുരളിവാല ഏക് വിക്രേത. വിജയ് ബാബു ഒരു കസ്റ്റമർ ആയിരുന്നു, മുരളി വിൽക്കാൻ വരുന്ന ആൾ, ഒടക്കുഴൽ വിൽക്കുന്ന ആൾ ഒരു വിൽപ്പനക്കാരനായിരുന്നു, ഒരു സെല്ലറായിരുന്നു. ദോനോ മേ മോൽഭാവ് കെ ലിയെ അപ്പനെ അപ്പനെ തർക്ക് ദിയെ. രണ്ടുപേരും വില സംസാരിക്കുന്നതിനിടയിൽ, പറഞ്ഞാൽ ബാർഗൈനൊക്കെ ചെയ്യുന്നതിനിടയിൽ അവരവരുടെ പക്ഷം വെച്ചു. വിജയ് ബാബു ने अपने पक्ष में यह तर्क प्रस्तुत करते हुए कहते हैं. വിജയ് ബാബു തൻ്റെ പക്ഷം തർക്കിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫേരി വാലേക്ക് झूठ बोलने की आदत होती है. ഫേരി വാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെയും നടന്ന് കറങ്ങി കറങ്ങി വിൽക്കുന്ന ആൾ, ഗൂം ഗൂം കെ ബേച്ചനെ വാല ആദ്മി. വിജയ് ബാബു പറഞ്ഞു, ഈ കറങ്ങി നടന്ന് വിൽക്കുന്ന ആൾക്കാർക്ക് നുണ പറയുന്ന സ്വഭാവം ഉണ്ടാകും. ദേത്തെ ഹെ സഭിക്കോ ദോ ദോ പൈസേമേ. ഓരോരുത്തർക്ക് ഓരോ വിലയ്ക്ക് കൊടുക്കും. ദോ ദോ പൈസേമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം. പർ എഹസാൻ ക ഭോജ് മേരെ ഉപ്പർ ലാദ് രഹേ ഹോ. എഹസാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഫേവർ ചെയ്യണ പോലെ, നമുക്ക് നല്ലത് ചെയ്യണ പോലെ, അങ്ങനെയുള്ള ഒരു ഭാവം. ഭോജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാരം എൻ്റെ മേലെയിടും. മേരെ ഉപ്പർ ലാദ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചമർത്തുക. പറഞ്ഞാൽ ഓരോ വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും, എന്നിട്ട് എന്തോ എൻ്റെ മേലെ ദയ കാണിക്കണ പോലെ കാണിക്കുകയും ചെയ്യും എന്ന് വിജയ് ബാബു പറഞ്ഞു. इसके विपरीत मुरली वाले ने अपना तर्क प्रस्तुत करते हुए कहा. ഇതിന് തിരിച്ച് മുരളി വിൽക്കുന്ന ആൾ തൻ്റെ തർക്കമായിട്ട് പറഞ്ഞു, ഗ്രാഹക് കോ വസ്തുവോങ്കി ലാഗത് ക പത്ത നഹി ഹോത്ത. കസ്റ്റമേഴ്സിന് സാധനങ്ങളുടെ ലാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില അറിയേയില്ല. കസ്റ്റമേഴ്സിന് വസ്തുക്കളുടെ സാധനങ്ങളുടെ വിലയിൽ യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഉൻക ദസ്തൂർ ഹോത്ത ഹെ കി. അവരുടെ ദസ്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അവരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കടക്കാരൻ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കടക്കാരൻ ഇങ്ങനെയാണ് നമ്മളെ ചെയ്യുക, പറഞ്ഞാൽ നമ്മൾക്ക് നഷ്ടത്തിലാ തരിക എന്നൊരു പക്ക വിചാരം മനസ്സിലിങ്ങനെ, അതാണ് ദസ്തൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരുടെ മനസ്സിലെ വിചാരം എന്താണ്? ദുക്കാൻദാർ ചാഹെ ഹാനി ഉഠാക്കർ വസ്തു ക്യൂന ബേജെ. ഷോപ്പ് കീപ്പർ, ഷോപ്പിലുള്ള ആൾ, അതായത് വിൽക്കണ ആൾ, അവർക്ക് നഷ്ടത്തിൽ തന്നെ എന്തുകൊണ്ട് വിറ്റൂടാ, പറഞ്ഞാൽ നഷ്ടത്തിൽ വിറ്റാൽ കൂടി ഗ്രാഹക് യഹി സമസ്തേ ഹെ. അപ്പോഴും കസ്റ്റമേഴ്സ് ഇതാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതാണ് വിചാരിക്കുക, കി ദുക്കാൻദാർ ഉന്നെ ലൂട്ട് റഹാ ഹെ. ഈ ഷോപ്പിലുള്ള ആൾ, അല്ലെങ്കിൽ വിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ സെല്ലർ ഇവരെ കസ്റ്റമേഴ്സിനെ ലൂട്ട് റഹേ ഹേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടത്തിലാക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിലയ്ക്ക് കൊടുക്കുന്നു എന്നായിരിക്കും ഇവരുടെ മനസ്സിലെ വിചാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലോനെ വാലെ കെ ആനെ പർ ബച്ചോं की क्या प्रतिक्रिया होती थी. ടോയ്സ് വിൽപ്പനക്കാരൻ വരുന്ന സമയത്ത് കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഖിലോനെ വാലെ കെ ആനെ പർ ബच्चे खुश हो जाते थे. ടോയ്സ് വിൽപ്പനക്കാരൻ വരുന്ന സമയത്ത് കുട്ടികളെല്ലാം വളരെ സന്തോഷവാന്മാരാകും. ബच्चे അതി ഉത്സാഹിത് ഹോ ജാത്തെ थे. വളരെയധികം ഉത്സാഹിതരാകും അവർ. ഉന്നെ ഖേൽകൂദ് ഭൂൽ കർ അപ്നെ സാമാൻ ജൂത്തെ ചപ്പൽ ആദി കാ ധ്യാൻ നഹി രഹത്ത. അവരെല്ലാവരും കളിക്കുകയായിരിക്കും, പക്ഷെ അതൊക്കെ മറക്കും അവർ. ഖേൽകൂദ് ഭൂൽ കർ, അവർ കളിയൊക്കെ മറന്ന്, അപ്പനെ സാമാൻ ജൂത്തെ ചപ്പൽ ആദി, അവരുടെ സാധനങ്ങൾ പറഞ്ഞാൽ കളിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ച് കൊണ്ടുപോകില്ലേ, അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ചപ്പൽ അതെല്ലാം അവിടെ മറന്നു വെച്ചിട്ട് അവർ ഓടി വരും, ഓർമ്മയില്ലാണ്ട്. ധ്യാൻ നഹി രത്ത, അതിനൊന്നും ശ്രദ്ധയുണ്ടാവില്ല അവർക്ക്. പിന്നെ വേ അപ്പനെ ഘർ സെ പൈസ ലാക്കർ ഖിലോനെ കാ മോൽഭാവ് കർനെ ലഗ് ജാത്തെ थे. അവരെല്ലാവരും വീട്ടിലേക്ക് വേഗം ഓടി പൈസ കൊണ്ടുവന്ന് പിന്നെ ഈ ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. മോൽഭാവ് കർണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തരും അത്രയ്ക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, അങ്ങനെ ചെയ്യാൻ തുടങ്ങും. ഖിലോനെ വാല ഉൻക മൻ ചാഹ ഖിലോനെ ദേ ദേത്താ താ. ടോയ്സ് വിൽപ്പനക്കാരൻ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ടോയ്സ് അവർക്ക് കൊടുക്കുമായിരുന്നു. ഓർ ബच्चे ഉന്നെ ലേക്കർ കാഫി ഖുഷ് ഹോ ജാത്തെ थे. കുട്ടികൾ അത് വാങ്ങി വളരെയധികം സന്തോഷപ്പെടുകയായിരുന്നു. ബच्चे ഖുഷി സെ പാഗൽ ഹോ ജാത്തെ थे. കുട്ടികൾ സന്തോഷം കൊണ്ട് ഭ്രാന്തായി പോകുമായിരുന്നു. नेक्स्ट क्वेश्चन, रोहिणी को मुरली वाले का स्वर से खिलौने वाले का स्मरण क्यों हो आया. खिलौने वाले का സ്ന അല്ലാതെ സ്മരൺ, ഓർമ്മ. രോഹിണിക്ക് ഓടക്കുഴൽ വിൽക്കുന്ന ആളുടെ സ്വരം കേട്ടിട്ട് ടോയ്സ് വിൽക്കുന്ന ആളുടെ ഓർമ്മ എന്തുകൊണ്ടാണ് വന്നത്?
रोहिणी को मुरली वाले के स्वर से खिलौने वाले का स्मरण इसलिए हो आया क्योंकि രോഹിണിക്ക് മുരളി വിൽക്കുന്ന ആളുടെ സ്വരം കേട്ടിട്ട് ടോയ്സ് വിൽക്കുന്ന ആളുടെ ഓർമ്മ വന്നു. എന്തുകൊണ്ടെന്നാൽ ഖിലോനെ വാല കി തരഹ് ഹി ഇസ്കി ആവാസ് ജാനി പെഹ്ചാനി थी. ഈ ടോയ്സ് വിൽപ്പനക്കാരുടെ പോലെ തന്നെ അയാളുടെ പോലെ തന്നെ ഈ കേൾക്കുന്ന ശബ്ദവും ജാനി പെഹ്ചാനി थी, എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഖിലോനെ വാല ബി ഇസി പ്രകാർ മധുർ സ്വർ സെ ഗാക്കർ ഖിലോന ബേച്ച കർത്താ താ. ടോയ്സ് വിൽക്കുന്ന ആളും ഇതേപോലെ തന്നെ മധുർ സ്വർ സെ മധുരമായ സ്വരത്തിൽ ഗാക്കർ പാട്ട് പാടുന്ന പോലെ അല്ലെങ്കിൽ പാടിക്കൊണ്ട് ഖിലോന ബേച്ച കർത്താ താ ടോയ്സ് വിൽക്കുമായിരുന്നു. മുരളി വാല ടീക്ക് ഉസി തരഹ് ഹി മീഠെ സ്വർ മേ ഗാക്കർ. ഈ മുരളി വിൽക്കുന്ന ആളും ഒടക്കുഴൽ വിൽക്കുന്ന ആളും അതേപോലെ തന്നെ ठीक उसी तरह അതേപോലെ തന്നെ മീഠെ സ്വർമേ മധുരമായ സ്വരത്തിൽ ഗാക്കർ പാടിക്കൊണ്ട് മുരളിയാൻ ബേച്ച കർത്താത്ത ഓടക്കുഴൽ വിൽക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്കി ബാത് സുൻകർ മിഠായി വാല ഭാവുക് ഹോ ഗയാ था. ആരുടെ വർത്തമാനം കേട്ടിട്ടാണ് മിഠായി വിൽപ്പനക്കാരൻ ഇമോഷണൽ ആവുക, ഭാവുക് ഹോന എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയത്, പറഞ്ഞാൽ ഭയങ്കര സെൻറ്റിമെൻ്റ് ആവുക. उसने इन വ്യവസായോं को अपनाने का क्या कारण बताया. ആ മിഠായി വിൽപ്പനക്കാരൻ ഈ വ്യവസായങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ് പറഞ്ഞത്. രോഹിണിക്ക് ബാത് സുൻകർ മിഠായി വാല ഭാവുക് ഹോ ഗയാ था. രോഹിണി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മിഠായി വിൽപ്പനക്കാരൻ വളരെ ഇമോഷണലായി. ഇസ് പർ ഉസ്നെ ഭാവുക് ഹോ ബതായ. അപ്പോൾ അങ്ങനെ ഇമോഷണലായിട്ട് പറഞ്ഞു. मैं भी अपने नगर का एक प्रतिष्ठित വ്യാപാരി था. ഞാനും എൻ്റെ നഗർക്ക എൻ്റെ സിറ്റിയിലെ ഒരു അറിയപ്പെടുന്ന വ്യാപാരിയായിരുന്നു. പ്രതിഷ്ഠിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ വ്യാപാരിയായിരുന്നു. മക്കാൻ വ്യവസായ് ഗാഡി ഘോഡെ നൗക്കർ ചക്കർ സഭി കുച്ച് था. അപ്പോൾ മക്കാൻ വീട്, വ്യവസായം പറഞ്ഞ ബിസിനസ്, ഗാഡി ഘോഡെ പറഞ്ഞ പിന്നെ വാഹനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കുതിരയും, നൗക്കർ ചാക്കർ സെർവൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീ थी, ലേഡി ഉണ്ടായിരുന്നു. സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്. ചോട്ടി ചോട്ടി ദോ ബച്ചേ തേ, ചെറിയ ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. മേരാ വഹ സോനേക സംസാർത്ത, എൻ്റെ അത് സോനേക സംസാർത്ത സ്വർണത്തിൻ്റെ ലോകമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു ലോകമായിരുന്നു. ഉസ്കെ പാസ് സുഖ് കെ സഭി സാധൻ തേ, അവിടെ എന്താണ് സുഖിക്കാനുള്ള, സുഖം കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീ ഓർ ചോട്ടെ ബച്ചേ ബി തേ, അപ്പം ലേഡിയും സ്ത്രീയും ചെറിയ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഈശ്വർ കി ലീല സഭി കോ ലേ ഗയ, ഈശ്വരൻ്റെ ലീല എല്ലാവരെയും കൊണ്ടുപോയി. ഉസ്നെ ഇൻ വ്യവസായോं को अपनाने की निम्नलिखित कारण बताए. പിന്നെ എന്നിട്ട് ഈ വ്യവസായം ചെയ്യാനുള്ള താഴെ പറയുന്ന കാരണങ്ങളാണ് അയാൾ പറഞ്ഞത്. मैं इस व्यवसायों के माध्यम से अपने खोए बच्चों को खोजने निकला हूँ. ഞാൻ ഈ വ്യവസായത്തിൻ്റെ ത്രൂ, ഈ വ്യവസായം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ത്രൂ അപ്പനെ ഖോയെ ബച്ചോങ്കോ, എൻ്റെ നഷ്ടപ്പെട്ട കുട്ടികളെ ഖോജിനെ നിക്കലാ ഹൂം, തിരയാൻ വേണ്ടിയിട്ട്, അവരെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ കുട്ടികളെ പോലെ മറ്റുള്ള കുട്ടികളെ കാണുന്നു. इन हंसते कूदते उछलते तथा इटलाते बच्चों में अपने बच्चों की झलक होगी. ഇൻ ഹസ്തേ കൂത്തേ ഉച്ചൽത്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിരിച്ചും കളിച്ചും ചാടിയും ഒക്കെ കളിക്കുന്ന, ഇട്ടലാത്തേ എന്ന് വെച്ചാൽ കുട്ടികൾ കാണിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അവർ മൂടിയായിട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അവർ കാണിക്കില്ലേ, അതാണ് ഇട്ടലാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ചാടിക്കൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കുട്ടികളിൽ, ബച്ചോമേ കുട്ടികളിൽ, അപ്നെ ബച്ചേക്ക് ഝലക് ഹോഗി, എൻ്റെ കുട്ടികളെ പോലെ ഞാൻ കാണുന്നു. പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നോ അതൊക്കെ ഞാൻ ഇവരിൽ കാണുന്നു, ഇവരിൽ കൂടി ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. इन वस्तुओं को बच्चों में बेचकर संतोष का അനുഭവ करता हूँ. അതുകൊണ്ട് ഞാൻ ഈ വസ്തുക്കളെല്ലാം, ഈ സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് വിറ്റിട്ട് ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. ബച്ചോं के चेहरे की खुशी देखकर मुझे असीम संतोष मिलता है. കുട്ടികളുടെ മുഖത്തുള്ള ആ സന്തോഷം കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു. അസീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീമ നഹി, ജിസ്ക സീമ നഹി പറഞ്ഞാൽ ലിമിറ്റ് ഇല്ലാത്ത സന്തോഷം എനിക്ക് കിട്ടുന്നു. नेक्स्ट क्वेश्चन, अब इस बार ये पैसे ना लंगा. कहानी के अंत में मिठाई वाले ने ऐसा क्यों कहा. ഇത് മിഠായി വാല പറഞ്ഞ സെൻറ്റൻസ് ആണ്. അബ് ഇസ് ബാർ, ഇപ്പോൾ ഈ തവണ ഈ പൈസ ന ലങ്ക, ഈ പൈസ ഞാൻ വാങ്ങിക്കില്ല. പറഞ്ഞാൽ നഹി ലൂങ്ക എന്നാണ് അതിൻ്റെ അർത്ഥം, വാങ്ങിക്കില്ല. അപ്പോൾ കഥയുടെ ലാസ്റ്റിൽ മിഠായി വാല അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മിഠായി വാലയ്ക്ക് ജീവൻ കാ രഹസ്യ കോയി നഹി ജാൻതാ താ. മിഠായി വാലയുടെ ജീവിതത്തിൻ്റെ രഹസ്യം ആർക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ
സ്റ്റോപ്പ് ആകാം കേട്ടോ, ജാൻതാ താ എന്ന് കഴിഞ്ഞിട്ട്. ലേക്കിൻ ജബ് ഉസ്നെ അപ്നി ജീവൻ കി സാരി ഗാഥ ദാദി ഓർ രോഹിണി കോ ബതായി, എന്നാൽ അയാൾ മിഠായി വാല തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥയും, സാരി ഗാഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ കഥയും ദാദിക്കും മുത്തശ്ശിക്കും രോഹിണിക്കും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഉസി സമയ കോ ബതായി എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് വേണ്ട, അവിടെ കോമ പറഞ്ഞ സമയത്ത് ഉസി സമയ രോഹിണിക്ക് ചൊട്ടി ചൊട്ടി ബच्चे ചുന്നു മുന്നു ആക്കർ, അതേ സമയത്ത് തന്നെ അപ്പോൾ തന്നെ രോഹിണിയുടെ ചെറിയ 2 കുട്ടികൾ, ചുന്നു മുന്നു എന്ന 2 കുട്ടികൾ വന്ന് മിഠായി മാങ്ങിനെ ലഗ്തേ ഹേ, മിഠായി വേണമെന്ന് പറയാൻ തുടങ്ങുന്നു. വഹ ദോനോ കോ മിഠായി സെ ഭരി ഏക് ഏക് പൂടിയ ദേത്താ ഹേ, അയാൾ 2 പേർക്കും മിഠായി നിറച്ച 2 പൊതികൾ കൊടുക്കുന്നു. പുടിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതി, മിഠായി സെ ഭരി മിഠായി നിറച്ച 2 പൊതികൾ കൊടുക്കുന്നു 2 കുട്ടികൾക്കും. രോഹിണി പൈസ ദേത്തി ഹേ, രോഹിണി പൈസ കൊടുക്കുന്നു. തോ ഉസ്കാ യഹ് കഹന, അപ്പോഴാണ് ഈ മിഠായി വാല ഇത് പറയുന്നത്, അബ് ഇസ് ബാർ യേ പൈസ ന ലൂങ്ക, ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഈ പൈസ വാങ്ങിക്കില്ല. ഈസ് ബാത് കോ ദർശാത്ത ഹേ കി, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം എന്താണ് കാണിക്കുന്നത് ഇവിടെ, ദർശാത്ത ഹേ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആവശ്യമില്ല കേട്ടോ, കി എന്നുള്ളത് കണ്ടിന്യൂഷനാണ്. ഉസ്കാ മൻ ഭർ ആയ, അയാളുടെ മനസ്സ് നിറഞ്ഞു വന്നു, നിറഞ്ഞുപോയി. ഓർ യെ ബच्चे ഉസെ അപ്പനെ ബच्चे ഹി ലഗേ, ഈ കുട്ടികൾ അയാൾക്ക് അയാളുടെ സ്വന്തം കുട്ടികളായി തന്നെ തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് കഹാനി മേ രോഹിണി ചിക്ക് കെ പീച്ചെ സെ ബാത് കർത്തി ഹേ, ഈ കഥയിലെ രോഹിണി ചിക്ക് കെ പീച്ചെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർദ്ദേക്ക് പീച്ചെ അഥവാ കർട്ടൻ്റെ പിന്നാലെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ക്യാ ആജ് ബി ഔറത്തെ ചിക്ക് കെ പീച്ചെ സെ ബാത് കർത്തി ഹേ, ഈ കാലത്തും ഇന്നും ലേഡീസ് ഇതുപോലെ പർദ്ദയുടെ പിന്നാലെ പറഞ്ഞാൽ കർട്ടൻ്റെ പിന്നാലെ നിന്ന് സംസാരിക്കാറുണ്ടോ? യദി കർത്തി ഹേ തോ ക്യൂ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ആപ്കി റായ് മേ ക്യാ യഹ് സഹി ഹേ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ? നമ്മളുടെ സൈഡൊന്നും ഇല്ല ഇങ്ങനെ, നമുക്കധികം കാണാൻ കിട്ടില്ല ഇങ്ങനെയൊന്നും. ഇത് മെയിനായിട്ടും UP അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നോർത്തിൽ കുറേ സ്ഥലത്ത് കേട്ടോ, MP UP അങ്ങനെ ഹരിയാന അങ്ങനെ കുറേ സ്ഥലത്ത് ഇപ്പോഴും എങ്ങനെ വെച്ചാൽ വില്ലേജ് ഏരിയയിൽ, സിറ്റിയിലൊന്നും ഇല്ല അധികം, വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജിൻ്റെ ഏരിയയിൽ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് ആരെങ്കിലും ജെൻസൊക്കെ വന്നാൽ അവരുടെ മുമ്പത്ത് വരില്ല, ഇങ്ങനെ പിന്നാലെ നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുക. അല്ല അഥവാ വരുവാണെന്നുണ്ടെങ്കിലോ അവർ തലയിൽ തുണിയിട്ടിട്ടോ അല്ലെങ്കിൽ സാരിയുടെ പിന്നെ ഇതുകൊണ്ട് മുന്താണി കൊണ്ട് മുഖം മറച്ചിട്ടോ ഒക്കെ ആയിരിക്കും. ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ. स्वतंत्रता प्राप्ति के पश्चात संविधान ने स्त्री पुरुष को समान अधिकार दिए, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് 1947 നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംവിധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭരണഘടന അല്ലാന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ലേ, അപ്പോൾ നമ്മളുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ സ്ത്രീക്കും പുരുഷനും സമാൻ അധികാർ ദിയേ ഹേ, ഒരേപോലുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്, ഒരേപോലുള്ള റൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. और आज शिक्षा के प्रसार व आधुनिकरण से भी समाज में बदलाव आया है, ഇന്ന് ശിക്ഷാ കെ പ്രസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടും എല്ലാവരും പഠിക്കുന്നത് കൊണ്ടും പിന്നെ ആധുനികരൺ മോഡേണൈസേഷൻ കൊണ്ടും സമാജത്തിൽ സൊസൈറ്റിയിൽ സമൂഹത്തിൽ ബദലാവ് ആയാ ഹേ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആജ് സ്ത്രീയാ പുരുഷോ സെ കിസി ഭി ക്ഷേത്ര മേ പീച്ചെ നഹി ഹേ, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും ബാക്കിലല്ല, പിന്നോട്ടല്ല. പറഞ്ഞാൽ ഏത് ഫീൽഡിലൊക്കെ പുരുഷന്മാരുണ്ടോ അവിടെയെല്ലാം സ്ത്രീകളും ഉണ്ട്, അതേതായാലും ശരി. ലേക്കിൻ ഭാരത് കെ കുച്ച് പിച്ചടെ ഗാവ് വ സ്ഥാൻ ऐसे भी है, എന്നാൽ ഭാരതത്തിലെ കുറച്ച് പിച്ചടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ജഹാ സ്ത്രീയോക്കോ ആജ് ബി പർദ്ദമേ രഹന പടുത്താ ഹെ, അവിടെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇപ്പോഴും പർദ്ദയിൽ ഇരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഇതുപോലെ ആരെങ്കിലും വന്നാൽ വേഗം പോയി കാണാനോ നോക്കാനോ പാടില്ല, ഫേസ് ടു ഫേസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവർക്ക് എന്നും തലയിൽ ഗുങ്കട്ട് എന്ന് പറയും, തുണിയൊക്കെ ഇട്ട് തലയിൽ സാരിയുടെ പല്ലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു നിന്ന് സംസാരിക്കേണ്ടി വരും. പിന്നെ വീട്ടിലുള്ള ആണുങ്ങളാണെന്നുണ്ടെങ്കിലും അവരെക്കാട്ടിലും വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലെല്ലാം ഇതുപോലൊക്കെ തന്നെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ കുറേ ഗ്രാമങ്ങൾ, കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും ഭാരതത്തിലുണ്ട്. ऐसे में वे चिक के पीछे बात करने को मजबूर होती है, അങ്ങനെ ഒരവസ്ഥയിൽ അവർ കർട്ടൻ്റെ പിന്നാലെ മറഞ്ഞു നിന്നിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരു നിവൃത്തികേടാണ്, നിവൃത്തിയില്ലാതെ ചെയ്യുന്നതാണ്. മജ്ബൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽഡ് പറഞ്ഞാൽ നിവൃത്തിയില്ലാണ്ട് ചെയ്യേണ്ടി വരിക.
ഹമാരി റായ് മേ യഹ് പൂർണ്ണതയാ ഗലത് ഹെ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ, റായ് എന്ന് വെച്ചാൽ ഒപ്പീനിയൻ, അഭിപ്രായത്തിൽ ഇത് മുഴുവനായിട്ടും തെറ്റാണ്. നമ്മളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചിട്ടില്ലേ ഇതിൽ. ക്യൂങ്കി എന്തുകൊണ്ടെന്നാൽ സ്ത്രീ പുരുഷ് ദോനോ സമാജ് കെ ആധാർ ഹെ. സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരു സമാജത്തിലെ ബേസ് ആണ്. പറഞ്ഞാൽ മെയിനായിട്ട് സ്ത്രീയും ആവശ്യമാണ്, പുരുഷനും ആവശ്യമാണ് നമ്മൾക്ക്. ദോനോക്കോ സമാൻ ദർജ് മിൽന ചയ്യെ. രണ്ടുപേർക്കും ഒരേപോലുള്ള സമാനമായിട്ടുള്ള ഒരേപോലത്തുള്ള സ്ഥാനം കിട്ടണം. इन पिछड़े वर्गों में जागृति लाने हेतु സർക്കാർ വ യുവ വർഗ്ഗക്കോ, ഈ പിച്ചഡെ വർഗ്ഗ മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ആ കാറ്റഗറിയിൽപ്പെട്ടവർക്ക്, ആ ക്ലാസ്സിൽപ്പെട്ടവർക്ക് ജാഗൃതി ലാനെ ഹേതു പറഞ്ഞാൽ അവരെ അവെയർ ആക്കാൻ, അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വ യുവ വർഗ്ഗക്കോ, സർക്കാരിനും ഗവൺമെൻറ്റിനും പിന്നെ ഇപ്പോഴത്തെ യുവ വർഗ്ഗ പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ് ജനറേഷനും ആകെ ആന ഹോക, മുമ്പോട്ട് വരണം. പറഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അവർക്കൊക്കെ അറിയണം. ഓർ ലോഗോं की सोच बदलनी होगी. അവരുടെ എല്ലാം ചിന്ത മാറ്റേണ്ടി വരും. ജിസ്സെ സാക്ഷര രാഷ്ട്ര കാ നിർമ്മാൺ കിയാ ജാ സക്താ ഹെ. അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾക്ക് സാക്ഷരതയുള്ള പറഞ്ഞാൽ എല്ലാവരും പഠിത്തവും നന്നായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം നമുക്ക് സാധ്യമാകൂ. കഹാനി സെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചിന്തിച്ച് എഴുതേണ്ട ആൻസർ കഥയിൽ നിന്നും. മിഠായി വാലെ കെ പരിവാർ കെ സാത്ത് ക്യാ ഹുവാ ഹോഗ. മിഠായി വാലയുടെ ഫാമിലിയിൽ എന്തായിട്ടുണ്ടാവും. സോച്ചിയെ ഓർ ഇസ് ആധാർ പർ ഏക് ഓർ കഹാനി ബനായിയെ. അതിനെ ബേസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ഇനിയൊരു കഥ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണം. അതുപോലെ മിഠായി വാലെ കാ പരിവാർ അവശ്യ ഹി കിസി ദുർഘടന കാ ശിക്കാർ ഹുവാ ഹോഗ. മിഠായി വാലയുടെ ഫാമിലി തീർച്ചയായിട്ടും ഏതെങ്കിലും ദുർഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഇരയായിട്ടുണ്ടാവാം. പറഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവാം. ആരും പറഞ്ഞാൽ ഭാര്യയും കുട്ടികളും ആരും ജീവിച്ചിരിപ്പില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. കഹാനി ഏക് ഗാവ് മേ ഏക് മിഠായി വാലെ കി ദുക്കാൻ തി. ഇനി കഹാനി, അടുത്തത് കഥ. ഏക് ഗാവ് മേ ഏക് മിഠായി വാലെ കി ദുക്കാൻ തി. ഒരു ഗ്രാമത്തിൽ ഒരു മിഠായി വിൽപ്പനക്കാരൻ്റെ കട ഉണ്ടായിരുന്നു. തരതരയ്ക്ക് മിഠായിയെ വഹ ബേച്ചാ കർത്താ താ. പല തരത്തിലുള്ള മിഠായികളും അവിടെ അയാൾ വിൽക്കുമായിരുന്നു. ചോട്ടെ ബഡെ സബി ഉസ്കി മിഠായിയാ ഷോക്ക് സെ ഖാത്തെ തേ. ചെറിയവരും വലിയവരും എല്ലാവരും അയാൾ ഉണ്ടാക്കുന്ന മിഠായികൾ വളരെ ഇൻട്രസ്റ്റോടു കൂടി കഴിക്കുമായിരുന്നു. ദുക്കാൻ കെ സാത്ത് ഹി ഉസ്കാ ഘർ ബി താ. ഷോപ്പിനോട് അനുബന്ധിച്ച് തന്നെ, ഷോപ്പിനോട് അടുത്ത് തന്നെ അയാളുടെ വീടും ഉണ്ടായിരുന്നു. ജബ് ബി ദുക്കാൻ പർ കോയി ഗ്രാഹക് ന ഹോത്ത. ആ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് വ അപ്നെ ബച്ചോं के साथ खेलता. അയാളുടെ കുട്ടികളോടുകൂടി കളിക്കുമായിരുന്നു. ഓർ ഖുഷ് ഹോത്താ താ. സന്തോഷിക്കുമായിരുന്നു കളിച്ചിട്ട്. ഉസ്കെ ബच्चे बहुत ശാലീൻ थे. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വളരെയധികം ശാലീനമായിരുന്നു, പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള കുട്ടികളായിരുന്നു. കഭി ബി ഉസെ കിസി ബാത് കെ ലിയെ പരേഷാൻ ന കർത്തേ തേ. ഒരിക്കലും ഉസെ എന്ന് പറയുന്നത് മിഠായി വാലെ പറഞ്ഞാൽ അവരുടെ അച്ഛനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു. പരേഷാൻ ന കർത്തേ തേ പറഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു. ഏക് ദിൻ വഹ അപ്നി പത്നി വ ബच्चों के साथ गाँव में किसी रिश्तेदार की शादी में गया. ഒരു ദിവസം അയാളുടെ ഭാര്യയും കുട്ടികളോടും ഒപ്പം ആ ഗ്രാമത്തിൽ തന്നെ അയാളുടെ റിലേറ്റീവ്സിൻ്റെ ആരുടെയോ കല്യാണത്തിന് പോയി. ഖുഷി ഗാവ് വാലോനെ ഭി ഉസ്കാ സാരി തയ്യാറിയാ കർവായി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗാവ് വാലെ ഗ്രാമത്തിലുള്ള ജനങ്ങളും അതിൻ്റെ എല്ലാം തയ്യാറികളൊക്കെ ചെയ്യിപ്പിച്ചു. ഉസ്നെ കപ്പടെ ഗഹനെ ബച്ചോं का സാമാൻ ബഹുത് കുച്ച് ഖരീദ. അദ്ദേഹം തുണികളും ഗഹനെ ഓർണമെൻറ്റ്സ് പിന്നെ ബച്ചോं का സാമാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു. ഗാവ് കെ കുച്ച് ലോഗുസെ സ്റ്റേഷൻ തക് ചോടനെ ഭി ഗയേ. ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാരെ ഇവരെ സ്റ്റേഷൻ വരെ വിടാനും പോയി. റെയിൽഗാഡി മേ പത്നി ബച്ചെ വഹ സുഷ്തേ. ട്രെയിനിൽ ഭാര്യ കുട്ടികൾ അവർ സ്വയവും മിഠായി വാല സ്വയവും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ചാനക് തേജ് റഫ്താർ സെ ചൽത്തി ഗാഡി കെ കുച്ച് ഡബ്ബെ റെയിൽ കി പട്ടറി സെ ഉത്തർ ഗയെ. പെട്ടെന്ന് തേജ് റഫ്താർ സെ ചൽത്തി ഗാഡി വളരെ സ്പീഡിൽ ഓടുന്ന വണ്ടിയുടെ കുച്ച് ഡബ്ബെ കുറച്ച് ഡബ്ബകൾ പറഞ്ഞാൽ കുറച്ച് കോച്ചുകൾ റെയിൽ കി പട്ടറി സെ ഉത്തർ ഗയെ ആ ട്രാക്കിൽ നിന്ന് മറിഞ്ഞു. വ ബുരി തരസെ ഉലട്ട് ഗയെ പറഞ്ഞാൽ അതിന്ന് മറിഞ്ഞു വീണു, ഭയങ്കരമായിട്ട് വീണു അത്. ന ജാനെ കിത്തനെ ഹി ലോഗ് ഇസ് ഹാദ്സെ മേ മർ ഗയെ. അറിയില്ല എത്രയോ ആൾക്കാർ ഈ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മർനെ വാലോ മേ ഉസ്കി പത്നി വ ബच्चे ഭി थे. മരിച്ചവരിൽ അയാളുടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. മിഠായി വാല തോ ജैसे പാഗൽ ഹി ഹോ ഗയ. മിഠായി വാല ഭ്രാന്തായിപ്പോയി. വഹ ഗാവ് വാപ്പസ് ആ ഗയ.
അയാൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നു. ആജ് ബി ഇത്തനെ വർഷവും ബാദ് വഹ് ഇസ് ഹാദ്സെ ഭൂൽ നഹി പായ. ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അയാൾ ആ ആക്സിഡൻറ്റിനെ പറ്റി മറക്കാൻ സാധിച്ചിട്ടില്ല. ഗുംസും ന ജാനെ കോൺസി യാദോ മേ ഖോയാ രഹത്താ ഹെ. ഗുംസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് മിണ്ടാണ്ട് നമ്മൾ തനിയെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്താണെന്നറിയില്ല, എന്തൊക്കെ ഓർമ്മകൾ കോൺസി യാദോ മേ ഖോയാ രഹത്താ ഹെ, എന്തൊക്കെ ഓർമ്മകളിൽ അയാൾ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണോ. अपनी सारी യാദോं को താജ രഖ്നെ കെ ലിയെ, തൻ്റെ എല്ലാ ഓർമ്മകളെയും ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അർത്ഥം എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉസ്നെ അപ്പനെ ഘർ കോ ഏക് അനാഥ് ആശ്രമം ബനാ ഡാല. അദ്ദേഹം തൻ്റെ വീടിനെ ഒരു അനാഥാശ്രമമാക്കി തന്നെ മാറ്റി. ന ജാനെ അനാഥ് ബച്ചോं को पालने में वह कौन सी खुशी प्राप्त करता है. അറിയില്ല അനാഥ ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയിട്ട് അദ്ദേഹത്തിന് എന്ത് സന്തോഷമാണോ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം അനാഥ കുട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാട്ട് മേലെ ഷാദി ആദി ആയോജനവുമേ. ഹാട്ട് മേലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാട്ട് എന്ന് വെച്ചാൽ മാർക്കറ്റ്, ബജാർ എന്നൊക്കെ പറയാം. മേള എന്ന് വെച്ചാൽ എക്സിബിഷൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ അർത്ഥം. ഷാദി കല്യാണങ്ങൾക്ക്, ആദി എക്സെട്ര അതിലെല്ലാം ആയോജനവുമേ ഓർഗനൈസ് ചെയ്യുന്നതിൽ കോൺ സി ചീസെ ആപ്കോ സബ്സെ ജ്യാദ ആകർഷിത് കർത്തി ഹെ. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഉൻകോ സജാനെ ബനാനെ മേ കിസ്കാ ഹാത്ത് ഹോഗ. അതൊക്കെ സജാന എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആരുടെ കൈകളായിരിക്കും. ഉൻ ചെഹരോं के बारे में लिखिए. ആ മുഖങ്ങൾ ആരാന്ന് വെച്ചാൽ അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. हाट मेले शादी आदि आयोजनों में हमें मिठाइयाँ, गोलगप्पे, चाट पपड़ी, फूड चाट, चीले, छोले भटूरे, सांबार, डोसा, इडली, चाइनीज़ फूड व इनके अलावा विभिन्न खाद्य पदार्थ आकर्षित करते हैं. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒക്കേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ. അതെന്തൊക്കെയാണ്? മിഠായിയ, സ്വീറ്റ്സ്, ഗോൽഗപ്പെ, പാനിപൂരി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഗോൽഗപ്പ. ചാട്ട് പപ്പടി, ചാട്ട് അറിയാലോ, കുറേ തരത്തിലുള്ള ചാട്ടുകളുണ്ട്. പിന്നെ ഫുഡ് ചാട്ട്, അതും ഒരു തരം ചാട്ടാണ്. പിന്നെ ചീലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശകൾ തന്നെയാണ് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ദോശയല്ലാണ്ട് വേറെ പലതരത്തിലുള്ള ദോശകൾ, അതിനാണ് ചീലെ എന്ന് പറയാം. ചോലെ ഭട്ടൂരി എല്ലാവർക്കും അറിയാം. പിന്നെ ചോല കടലയും പൂരിയും ഒക്കെ. സാമ്പാർ ദോശയും അറിയാം. ഇഡ്ഡലി, ചൈനീസ് ഫുഡ് ഇൻകെ അലാവ വിഭിന്ന, ഇതല്ലാണ്ട് വേറെ പല തരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. उनको बनाने सजाने में विभिन्न पाक कला विशेषज्ञों का हाथ होता है. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും, ബനാനെ സജാനെ ഉണ്ടാക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും, വിഭിന്ന പാക്കലാ വിശേഷജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാചകത്തിൽ കഴിവുകളുള്ള ആൾക്കാർ, കുക്കിംഗ് എക്സ്പേർട്സ്, നല്ല ഷെഫ് എന്നൊക്കെ പറയാം, അവരുടെ കൈകളാണ്. ജैसे ഖാദ്യപദാർത്ഥോ കെ ലിയെ ഹൽവായി. ഖാദ്യപദാർത്ഥ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഹൽവായി. പറഞ്ഞ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ അവിടെ ഹൽവായി എന്നൊക്കെ പറയും നോർത്തിൽ കേട്ടോ. കൂടുതലും നമ്മൾ ഷെഫ് തന്നെയാണ്, പക്ഷെ അവരെ ഹൽവായി എന്ന് പറയും. ഇൻകെ പെഹനാവെ അലഗ് അലഗ് ക്ഷേത്രമേ അലഗ് അലഗ് ഹോ സക്തെ ഹെ. ഇവരുടെ എല്ലാം ഡ്രസ്സുകൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ തരത്തിലുള്ളത് ആയിരിക്കാം. ജैसे സമോസെ ബനാനെ വാല സമോസെ ബനാനെ മേ. പിന്നെ സമോസ ഉണ്ടാക്കുന്ന ആൾ സമോസയിൽ എക്സ്പെർട്ട് ആയിരിക്കും അല്ലേ. പിന്നെ സാമ്പാർ ദോശ ബനാനെ വാല സാമ്പാർ മേ, അപ്പോൾ സാമ്പാർ ദോശ ഉണ്ടാക്കുന്ന ആൾക്കാർ അതിൽ. പിന്നെ ഇഡ്ഡലി ബനാനെ വാല ഇഡ്ഡലി ബനാനെ മേ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന്. ഐസ്ക്രീം ബനാനെ വാല ഐസ്ക്രീം ബനാനെ മേ ആദി, ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.